പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു. ആ പടത്തിലൊരു ഡാൻസ് റോൾ ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്, എന്നെ വിളിപ്പിച്ചത്. പക്ഷെ ഞാൻ മാത്രമായിട്ട് കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് പോരാൻ പറ്റിയില്ല. ഞങ്ങൾ ഫാമിലിയോടുകൂടിയാണ് വന്നത്. അതായത് ഞങ്ങൾ 5 പെൺകുട്ടികളാണ് എൻ്റെ അച്ഛന്, അച്ഛനും ഞങ്ങൾ 5 പേരും. അപ്പോൾ എന്നെ തനിയെ അയക്കാൻ ഇഷ്ടമില്ലാത്ത കാരണം ഞങ്ങളുടെ ഫാമിലി അങ്ങനെ മദ്രാസിലേക്ക് വരികയായിരുന്നു. അതിന് കുറച്ച് ടൈം എടുത്ത് ഇവിടെ വന്ന് സെറ്റിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് വാസു സാറിൻ്റെ പടമായിരുന്നു. അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ആ റോള് വേറെ ഒരു ഡാൻസ് ആർട്ടിസ്റ്റ് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഏതായാലും മലയാളം പറയുന്ന ഒരു പെൺകുട്ടി കേരളത്തിൽ നിന്ന് ഇവിടെ മദ്രാസിൽ വന്നല്ലോ, ഇവിടെ സെറ്റിൽ ചെയ്യുക, തീർച്ചയായിട്ടും പടങ്ങൾ മുഴുവൻ ഇപ്പോൾ ഇവിടെയാണ്, അതുകൊണ്ട് ഇത് കിട്ടിയില്ല നമ്മൾ തിരിച്ച് പോകരുത്, ഇവിടെ സെറ്റിൽ ചെയ്യാൻ പറഞ്ഞു. സെറ്റിൽ ചെയ്തിട്ട് അദ്ദേഹത്തിന് പരിചയമുള്ള ഒരു പ്രൊഡ്യൂസറായിരുന്നു സത്യപാലൻ ചേട്ടൻ എന്ന് പറയും, അതായത് വേലുത്തമ്പി ദളവായെടുത്തത്. അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് സത്യപാലൻ ചേട്ടൻ്റെ സിസ്റ്റേഴ്സ് തന്നെ 3 പേരുണ്ട്, ലളിത, പപ്പിനി, രാഗിനിമാർ. അത് ലളിത ചേച്ചി മാത്രമേ കല്യാണം കഴിച്ച് പോയിട്ടുള്ളൂ. അപ്പോൾ മറ്റ് സിസ്റ്റേഴ്സുണ്ട്, സുകുമാരിയുണ്ട്, അംബികയുണ്ട്, ഇവരെല്ലാം ആ പടത്തിലുണ്ട്. അപ്പോൾ അവരെല്ലാം നല്ല ചെറുപ്പക്കാരുടെ റോളുകളാണ്. ബാക്കി വന്നു ഒരു അമ്മയുടെ റോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സത്യപാലൻ ചേട്ടൻ പറഞ്ഞു, ഓമനെ എങ്ങനെ ഈ വയസ്സിയുടെ റോൾ എടുക്കും, ഇഷ്ടമാണോ എടുക്കാനെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, വയസ്സിൻ്റെ റോൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോന്നു. അപ്പം നമ്മുടെ അടൂർ ബാസ് ചേട്ടനുണ്ട്, ബാസ് ചേട്ടനാണ് അതിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ബാസ് ചേട്ടന് വന്നിട്ട് എന്നെ കണ്ടിട്ട് പറഞ്ഞു, വലിയ മണ്ടത്തരമല്ലേ ചെയ്യുന്നത്, ഒരു വയസ്സിയുടെ റോൾ എടുത്തെന്ന് പറഞ്ഞ് വയസ്സിയൊന്നും ആവില്ലല്ലോ, ഒരു ചാൻസ് നല്ല ചാൻസ് അല്ലേ, അതെന്തിനാ കളയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നിർബന്ധിച്ചു. അപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു, ഒരു ആർട്ടിസ്റ്റ് ഒരിക്കലും ഇന്ന റോളെ എടുക്കൂ, ഞാൻ ഇന്നതേ ചെയ്യൂ എന്ന് പറയാൻ പാടില്ല. നമുക്ക് കിട്ടുന്ന റോൾ ഏതായാലും അത് നന്നായിട്ട് ചെയ്യാൻ പഠിക്കുക, അതാണ് ഒരു ആർട്ടിസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ വയസ്സിയുടെ റോൾ ചെയ്യണമെന്ന് ഞാൻ പറയല്ല, നീ ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞത് ഈ ഒരു കാരണമായതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യില്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവരെല്ലാവരും കൂടെ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ശരി നമ്മൾ മദ്രാസിൽ വന്ന് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ, അല്ലാണ്ട് പിന്നെ ഹീറോയിൻ കിട്ടിയേ ഞാൻ അഭിനയിക്കും, അല്ലെ ഡാൻസ് ആർട്ടിസ്റ്റ് അഭിനയിക്കുമെന്ന് പറഞ്ഞാൽ ഇവിടെ ജീവിക്കാൻ പറ്റുമോ, തമിഴ്നാടല്ലേ, നമുക്കൊരു പരിചയമില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ എന്തിനാണ് നമ്മൾ ആ ചാൻസ് കളയുന്നത്, ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അക്സെപ്റ്റ് ചെയ്തു. ആ പടം നന്നായിട്ട് ഓടി. പിന്നെ അത് കഴിഞ്ഞ പിന്നെ എനിക്കൊരു അമ്മ വേഷത്തിന് വേണ്ടി ഞാൻ ഒരുത്തർക്കും പോകേണ്ടി വന്നിട്ടില്ല, ചോദിക്കേണ്ടി വന്നിട്ടില്ല. അതെ, കണ്ടിന്യൂസ് ആയിട്ട് അമ്മയുടെ റോളിന് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നു. അമ്മൂമ്മ, അങ്ങനെ അമ്മായിയമ്മ, അങ്ങനെ ഒരുപാട് റോളുകൾ. ആ സമയത്ത് ആരും തന്നെ ഈ നരയിട്ട് ഒരു അമ്മയായിട്ട് അഭിനയിക്കാൻ വലിയ ഇഷ്ടമുള്ള ആളുകളായിരുന്നില്ല എന്നുണ്ടായിരുന്ന ആർട്ടിസ്റ്റുകൾ. അതുകൊണ്ട് ഞാനങ്ങ് ഗ്യാപ്പ് ഫില്ലപ്പ് ചെയ്യുന്ന മാതിരി ഞാനങ്ങ് അഭിനയിച്ചു. അതിനോടൊപ്പിച്ച് എനിക്ക് ഡബ്ബിങ് കിട്ടി, അവിചാരിതമായിട്ടാണ് ഒരു ഡബ്ബിങ് കിട്ടിയത്. അതൊരു തെലുങ്ക് പടം ഞാൻ മലയാളത്തിലേക്ക് ഡബ് ചെയ്തതാണ് ആദ്യമായിട്ട്. അപ്പോൾ അത് നന്നായിട്ട് ചെയ്തപ്പോഴത്തേക്കും ഈ വേറെ മറുഭാഷകളിൽ നിന്ന് വന്ന ഹീറോയിൻസിന് ഡബ് ചെയ്യാനായിട്ട് അപ്പോഴൊക്കെ മറുഭാഷകളിൽ നിന്ന് വന്ന നടിമാരായിരുന്നില്ല കൂടുതലും അന്നുണ്ടായിരുന്നത്. അന്ന് ഷീല തന്നെ വന്നപ്പോൾ ഡോക്ടർ എന്ന് പറഞ്ഞ പടത്തിന് മലയാളിയാണ് അവരഭിനയിച്ചു, പക്ഷേ അവരുടെ പ്രൊനൗൺസിയേഷൻ ഒന്നും ശരിയല്ല, ശുദ്ധ മലയാളമായിരുന്നില്ല, തമിഴ് മിക്സ് ചെയ്ത മലയാളമായിരുന്നു. അതുകൊണ്ട് അത് എൻ്റെ അടുക്ക പറഞ്ഞു ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു പടത്തിന് ഞാനാണ് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ ഓരോരോ ആർട്ടിസ്റ്റുകൾ പിന്നെ വന്നു, വിജയ നിർമ്മല, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ, വിജയശ്രീ, വിജയ നിർമ്മല, അങ്ങനെ നിറയെ പേരുണ്ട്. അവരെല്ലാം തമിഴും തെലുങ്കും എല്ലാ ആർട്ടിസ്റ്റുകളാണ്. മലയാളം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവരാണ്. അവരും അഭിനയിക്കുമ്പോഴും എന്നറിയാം, ആ ഡബ്ബിങ് എല്ലാം കൊണ്ട് അവർക്ക് ഈസി ആയിട്ട് അവർ ആ ലിപ്പ് മാത്രം കറക്റ്റായിട്ട് കൊടുക്കും. പ്രൊനൗൺസിയേഷൻ ശരിയല്ലെങ്കിൽ തന്നെ എത്ര ഒരുപാട് ബുദ്ധിമുട്ടിപ്പിച്ച ആർട്ടിസ്റ്റ് ആരാണ് ചേച്ചി? നന്ദിത ബോസ്. നന്ദിത ബോസിൻ്റെ മലയാള പ്രൊനൗൺസിയേഷൻ നമുക്ക് ലിപ്പും അതുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പറയാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അവർ ബംഗാളി സ്ത്രീയാണ്, പക്ഷെ അവർ പറയുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പറയാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതും ചെയ്തുവല്ലോ, ചെയ്യണമല്ലോ നമ്മള്. പിന്നെ ഹിന്ദിയിൽ വഹിദ റഹ്മാൻ ചെയ്തു, പിന്നെ ലില്ലി ചക്രവർത്തി എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ്, അവർ അങ്ങനെ അവർ കുറേ ഹിന്ദി ആൾക്കാർ വന്ന് അവർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ സൗത്ത് ഇന്ത്യൻ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് കുറച്ചും കൂടി
ഒരു തമിഴ് അറിയാവുന്ന ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് മലയാളം പറയുമ്പോൾ കുറച്ചും കൂടി ന്യൂ അല്ലേ, എവിടെയാണ് നമ്മൾ ഗ്യാപ്പ് കൊടുക്കേണ്ടത് എവിടെയാണെന്നൊക്കെ. പക്ഷേ ഈ ഗ്യാപ്പ് കൊടുക്കേണ്ടത് ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സോ പറഞ്ഞു കൊടുത്താൽ തന്നെയും ചില എമോഷൻ സീൻസിന് അവൻ അറിയാണ്ട് ചില ഗ്യാപ്പ് വിട്ടുകളയും. ആ ഗ്യാപ്പ് എല്ലാം നമ്മൾ ഡബ് ചെയ്യുമ്പോൾ ഫില്ല് ചെയ്യണം. അത് നമ്മുടെ ചുമതലയാണ്. പിന്നെ അവർ ചിരിക്കുമ്പോൾ ആ ചിരിക്കുന്നത് അവർ ഏത് എമോഷനിൽ ചിരിക്കുന്നോ ആ എമോഷൻ നമ്മളിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതേപോലെ ചിരിക്കണം. കരയുമ്പോഴും അതുപോലെ തന്നെ. അതൊക്കെ കുറച്ച് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ വിചാരിക്കുന്നത് അഭിനയിക്കാനാണ് നമുക്ക് കൂടുതൽ ഈസി ഡബിങ്ങിനേക്കാളും. കാരണം അഭിനയിക്കുമ്പോൾ നമ്മൾ ഡയലോഗും അഭിനയം എല്ലാം കൂടെ ഒന്നിച്ചു വരും. ഇതങ്ങനെയല്ല, നമ്മളൊരു മൈക്കിൻ്റെ മുമ്പിൽ പോയി നിന്നുകൊണ്ട് അവരഭിനയിക്കുന്നത് കണ്ട് അതുപോലെ അഭിനയിച്ച് ആ എമോഷൻ സീൻ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ സംസാരിക്കണം. സംസാരിക്കുക മാത്രമല്ല, ആ ലിപ്പ് എവിടെ പോകുന്നു ഇല്ലയെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്, ശരിക്കും കഷ്ടപ്പാടാണ് ഡബിങ്. ആക്ച്വലി ഈ കൊല്ലം തൊട്ട് വോയിസ് ഓവർ കൊടുക്കണ ആൾക്കാർക്ക് അവാർഡ് കൊടുക്കണം എന്ന ഒരു തീരുമാനം വന്നിട്ടുണ്ട്. ഈ കൊല്ലം തൊട്ടല്ലല്ലോ, 92 മുതൽ കൊടുക്കുന്നില്ലേ നമ്മുടെ നാഷണൽ അവാർഡ്സ്, കേരള അവാർഡ്സ്. പക്ഷെ നാഷണൽ അവാർഡ്സ് പറയുന്നുണ്ട് കൊടുക്കണം, തീർച്ചയായിട്ടും കൊടുക്കണം. അപ്പൊ ഇപ്പൊ കൊടുക്കണം എന്ന് പറഞ്ഞത് അതിന്റെ ഒരു കോൺട്രാസ്റ്റ് ബദലല്ലേ? ഏതിന്റെ കോൺട്രാസ്റ്റ്? അത് ആദ്യം ഉർവശി ശാരദയ്ക്ക് കിട്ടിയപ്പോ ഉർവശി ശാരദയുടെ ഞാൻ അവകാശപ്പെടുകയാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഇത് അവർ ചെയ്യുന്ന ജോലിക്ക് അംഗീകാരം കൊടുക്കുക എന്നാണ് പറഞ്ഞത്. അംഗീകാരം വേണം. അന്ന് ഞങ്ങളൊക്കെ അഭിനയിക്കുമ്പോൾ ഞങ്ങൾ ശബ്ദം കൊടുക്കുന്നു എന്ന് വെളി പറയാറില്ല, ഡബ് ചെയ്യുന്നു എന്ന് ഒരുത്തരും വെളി പറയാറില്ല. പിന്നെ ഇന്നാണെങ്കിൽ എല്ലാ ഡബ് ചെയ്യുന്ന സകലരുടെയും പേര് ടൈറ്റിലിൽ വരുന്നുണ്ട് ഇല്ലേ? പിന്നെ മാധ്യമങ്ങളാണെങ്കിൽ ഇപ്പോൾ ഉള്ള മാതിരി അന്ന് പ്രോത്സാഹനങ്ങൾ ഒന്നും തന്നെ ഇല്ല. അപ്പം ആരും പറഞ്ഞറിയില്ല. ഇപ്പം ഒരു പ്രൊഡ്യൂസറോ ഒരു ഡയറക്ടറോ ഒരു ആർട്ടിസ്റ്റോ പറഞ്ഞാൽ മാത്രമേ അവരുടെ വോയിസ് ഡബ് ചെയ്യുന്നു എന്നറിയുള്ളൂ. അങ്ങനെയായിരുന്നു ആ കാലം. അവിടെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ പോയി അംഗീകാരം ചോദിക്കുന്നതിൽ അർത്ഥമില്ല എന്ന്. ഇന്ന് അതല്ല, ഇന്ന് എല്ലാവർക്കും അറിയാം. ഒരു കൊച്ചു കുട്ടിയോട് ചോദിച്ചാലും പറയും ഇത് ഡബ്ബിംഗ് ആണല്ലോ, അല്ലെങ്കിൽ ഇത് ഇന്നരാണല്ലോ ഡബ് ചെയ്തിരിക്കുന്നത്. കറക്റ്റായിട്ട് അവർ പറയും. അവർ പേപ്പറിൽ കൂടെ വായിക്കുന്നു, പിന്നെ ടി വിയിൽ കാണുന്നു, സിനിമയിൽ കാണുന്നു, പേരുകൾ അറിയുന്നു, എല്ലാവർക്കും അറിയാം. ഈയിടെ ഒരു വിവാദം ഉണ്ടായിരുന്നില്ലേ, ഒരു നടി അവർ ഡബ്ബിംഗ് നൽകിയത് പുറത്ത് പറഞ്ഞില്ല എന്നോ എന്തോ ഒരു ഈയിടെ ഐ മീൻ ഇറ്റ് ബിക്കേം ഇൻ ടു എ കോൺട്രവേഴ്സി എന്ന് പറയണമെന്നില്ലല്ലോ. ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, ഇപ്പം ഈ നടി എന്തിനാ ഇപ്പം പറയുന്നത്? അന്നത്തെ കാലത്താണ് ഈ നടികൾ പറഞ്ഞാലേ അറിയുള്ളൂ. ഇന്ന് നടികൾ പറഞ്ഞില്ലെങ്കിലും നമ്മൾ പിക്ചർ കണ്ടാൽ അറിയാം ഇന്ന ആൾക്ക് ഇന്നാരാണ് ഡബ് ചെയ്തതെന്ന്. പിന്നെ പറഞ്ഞാലെന്താ പറഞ്ഞില്ലെങ്കിലെന്താ? പറയണമെന്നില്ല. കാരണം പറയാതെ തന്നെ എല്ലാം എല്ലാവർക്കും അറിയാം ഇന്ന് ഈ ഫീൽഡിൽ. മുമ്പ് ഔട്ട്ഡോർ പടങ്ങളില്ലായിരുന്നു ഇല്ല. ഇപ്പം ആണെങ്കിൽ എല്ലാം മിക്ക പടങ്ങളും ഔട്ട്ഡോറാണ്. ഈ കൊച്ചു കുട്ടികൾ വരെ പറയും സ്റ്റണ്ട് സീന്, ഡൂപ്പിടുന്ന സീന്, ഇന്നതാണെന്ന് എല്ലാവർക്കും എല്ലാം നല്ലപോലെ അറിയാം. അപ്പം നമ്മൾ പ്രത്യേകിച്ച് എന്തിനാ പറയുന്നത്?